എൻ്റെ അനിയൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അവനൊരു ഓട്ടോ ഉണ്ടായിരുന്നു. അവൻ 2005 ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അവൻ മരണപ്പെട്ടു. അവൻ മരണപ്പെട്ടപ്പോൾ ഒരു വയസ്സുള്ളൊരു കുട്ടി മകൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ കുട്ടിയും പെൺകുഞ്ഞായിരുന്നു. അങ്ങനെ 2 കുട്ടികൾ. അവൻ്റെ ഓട്ടോക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് 2,65,000 രൂപ ഇൻഷുറൻസിൽ കിട്ടി. അതിന് അവകാശികൾ 5 പേരായിരുന്നു. അവൻ്റെ ഉപ്പ, അവൻ്റെ ഉമ്മ, അവൻ്റെ ഭാര്യ, 2 കുട്ടികൾ. ഓരോരുത്തർക്കും 55,000 രൂപ വീതമായിരുന്നു. അപ്പോൾ ഇൻഷുറൻസിൻ്റെ പൈസ 65,000 രൂപ ഇൻഷുറൻസ് കിട്ടി. അതിന് അവകാശികൾ 5 പേരായിരുന്നു. അവൻ്റെ ഉപ്പ, അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ട്. ഉപ്പാൻ്റെ ഭാര്യയുടെയും പൈസ എടുത്ത് അവർക്ക് ചെറിയൊരു വീട് വെച്ചു. പിന്നെ ഉള്ളത് കുട്ടികളുടെ പൈസയാണ്. അത് അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം എടുക്കാൻ പറ്റുകയുള്ളൂ ആയിരുന്നു. കഴിഞ്ഞ വർഷം അവയിൽ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ മകളുടെ കല്യാണമായിട്ടുണ്ട്. ഇപ്പോൾ മൂത്ത മകളുടെ 55,000 രൂപ, ഇപ്പോൾ 2,60,60,000 രൂപ ഉണ്ട്. ഇപ്പോൾ വിവാഹം നോക്കുന്ന രണ്ടാമത്തെ മകളുടെ പേരിലും അത്ര തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂത്ത മകളുടെ കല്യാണ ചെലവെല്ലാം ഞങ്ങളുടെ കുടുംബക്കാരും ഒരു സിറ്റുവേഷൻ പറയണം. അവിടെ ചോദ്യം എന്താണെന്നുള്ളതൊന്നും വരുന്നില്ല. ഇപ്പോൾ മാറ്റം ആളുടെ കല്യാണം പറയുന്നുണ്ട്. അതിനുപയോഗിക്കാൻ ഇനി എത്ര പൈസ ഓക്കെ. മൂത്ത മകളുടെ കല്യാണ ചെലവ് എല്ലാം ഞങ്ങൾ കുടുംബക്കാരും പെങ്ങന്മാരും എല്ലാവരും കൂടിയാണ് എടുത്തത്. അവളുടെ പൈസ ഇപ്പോഴും ബാങ്കിൽ നിന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ മറ്റേ കല്യാണം പറയുന്നുണ്ട്. അതിന് ഉപയോഗിക്കാൻ ഈ പൈസ, ഇൻഷുറൻസിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ഈ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ഒരാൾ ആക്സിഡൻറ്റിലൂടെ മറ്റും മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇസ്ലാമിക കോടതിയിൽ അതിന് ബ്ലഡ് മണിയുണ്ട്. നമ്മുടെ നാട്ടിലും അതിന് ബ്ലഡ് മണിയുണ്ട്. അത് കൊടുക്കേണ്ടത് ആഖിലത്ത് എന്നാണ്. അബദ്ധത്തിലുള്ള കൊലപാതകമാണ് എങ്കിൽ ആരുടെ കയ്യാലാണോ മരണം സംഭവിച്ചത് അയാളുടെ ബന്ധുമിത്രാദികൾ, പുരുഷന്മാരായ ബന്ധുമിത്രാദികളാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് അതിൻ്റെ ബ്ലഡ് മണി കൊടുക്കേണ്ടത്. ഇനി അതല്ല, അത് ഗവൺമെൻറ് കൊടുക്കുന്നു, രാജാവ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ ഏറ്റെടുക്കുന്നു എങ്കിൽ പരിഹരിക്കും. അതിന് സമാനമാണ് നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് കമ്പനി അത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ കിട്ടിയ പണം അതിൻ്റെ ആ വിഹിതമനുസരിച്ച് ഓഹരി വെച്ച് ഓരോരുത്തരുടെ പേരും ഡെപ്പോസിറ്റിലിട്ടു. അപ്പോൾ ചോദ്യമുള്ളത്, ആ ചെറിയ കുട്ടിക്ക് അന്ന് 65,000 75,000 ഇപ്പോൾ 2-2.5 ലക്ഷമായി. അപ്പോൾ ഈ അധികമായി വന്നത് പലിശയാണ്, സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതേതായിരുന്നാലും അവർക്ക് കിട്ടിയ വിഹിതമല്ല. അത് എത്ര വലിയ സംഖ്യ ആയിരുന്നാലും ശരി, അത് അവരുടെ വിഹിതമല്ല, മറിച്ച് അത് പലിശയാണ് എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അവർക്ക് എത്രയാണോ ബ്ലഡ് മണിയായി കിട്ടിയത് അല്ലെങ്കിൽ വിഹിതമായി കിട്ടിയത് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ.